എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് UI ടെസ്റ്റ് ഫയർഫോക്സിൽ കരേറ്റെ യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമേ ഡിസ്ക്രിപ്ഷൻ നോക്കാം. നമുക്ക് രണ്ട് രീതിയിൽ UI ടെസ്റ്റ് ഫയർഫോക്സിൽ കരേറ്റെ യൂസ് ചെയ്ത് റൺ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈ കോൺഫിഗറിംഗ് ഡ്രൈവർ വിത്ത് ഗിക്കോ ഡ്രൈവർ ഫുൾ പാത്ത് വിത്ത് എക്സിക്യൂട്ടബിൾ കീ. സെക്കൻഡ് ഓപ്ഷൻ ബൈ ആഡിംഗ് ഗിക്കോ ഡ്രൈവർ ലൊക്കേഷൻ ടു പാത്ത് സിസ്റ്റം എൻവയൺമെന്റ് വേരിയബിൾ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഗിക്കോ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഗിക്കോ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത ശേഷം ആ ഡൗൺലോഡ് ലൊക്കേഷൻ്റെ ഫുൾ പാത്ത് എക്സിക്യൂട്ടബിൾ എന്ന കീയുടെ കൂടെ കരേറ്റെ പാസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഗിക്കോ ഡ്രൈവറിൻ്റെ ലൊക്കേഷൻ സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിളിലെ പാത്ത് എന്ന വേരിയബിളിലേക്ക് ആഡ് ചെയ്യുക. ഡെമോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. ഞാൻ ഈ ഗിക്കോ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഓൾറെഡി ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. 0.33.0 എന്നുള്ള വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പേജ് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അസറ്റ്സ് എന്ന സെക്ഷൻ കാണാം. ഇതിൽ OS അനുസരിച്ച് നിങ്ങൾക്ക് ഗിക്കോ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ വിൻഡോസ് 64 ബിറ്റാണ്. അപ്പം ഞാൻ ഈ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിനുശേഷം ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഗിക്കോ ഡ്രൈവർ കിട്ടും. ആ ഗിക്കോ ഡ്രൈവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ഫയൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ പ്രൊജക്റ്റിലോ ആഡ് ചെയ്യാം. എൻ്റെ കേസിൽ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത ശേഷം ഗിക്കോ ഡ്രൈവർ പ്രൊജക്റ്റിനകത്ത് തന്നെ കരേറ്റെ UI ഓട്ടോമേഷൻ SRC ടെസ്റ്റ് ജാവ എന്ന ഫോൾഡറിനകത്ത് ബ്രൗസർ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗിക്കോ ഡ്രൈവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാത്ത് നമുക്ക് കരേറ്റെ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാത്ത് എന്ന സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിളിൽ ഇതേ കംപ്ലീറ്റ് ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ലൊക്കേഷൻ തന്നെ സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിളിലും ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. എഡിറ്റ് സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പാത്ത് എന്നുള്ള സിസ്റ്റം വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് കംപ്ലീറ്റ് ആ ഗിക്കോ ഡ്രൈവറിൻ്റെ ലൊക്കേഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഫോൾഡറിൻ്റെ പേര് വരെ കൊടുത്താൽ മതി. ഗിക്കോ ഡ്രൈവർ .exe എന്നുള്ളത് ഇവിടെ കൊടുക്കരുത്. അത് ശ്രദ്ധിക്കണം. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഞാൻ ബ്രൗസർ ഡ്രൈവേഴ്സ് വരെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റെ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് ബ്രൗസർ ഡ്രൈവേഴ്സ് എന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഗിക്കോ ഡ്രൈവർ .exe എന്നുള്ള ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗത്തായിരിക്കും നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. com.test എന്ന പാക്കേജിനുള്ളിൽ റൺ സ്ക്രിപ്റ്റ് ഇൻ firefox.feature എന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫീച്ചറിൻ്റെ പേര് ഇതാണ് കൊടുത്തിരിക്കുന്നത്, റൺ സ്ക്രിപ്റ്റ് ഇൻ ഫയർഫോക്സ്. ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്, ബ്രൗസർ സെറ്റപ്പ് ഫയർഫോക്സ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഫോർത്ത് ലൈൻ കാണുന്നത്. സ്റ്റാർ കോൺഫിഗർ ഡ്രൈവർ ഈക്വൽ ടു ഈ ജേസണിലേക്ക് ടൈപ്പ് എന്നുള്ളത് ഗിക്കോ ഡ്രൈവർ എന്ന് പാസ് ചെയ്യുക. അതിനുശേഷം എക്സിക്യൂട്ടബിൾ എന്നൊരു കീ ഉണ്ട്. ആ കീയിലേക്ക് ഗിക്കോ ഡ്രൈവറിൻ്റെ ഫുൾ പാത്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ഗിക്കോ ഡ്രൈവർ എവിടെയാണോ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ പാത്ത് ഞാൻ .exe വരെയുള്ള കൊടുത്തിരിക്കുകയാണ്. അത് തന്നെ നിങ്ങളും ചെയ്താൽ മതി. നിങ്ങൾ എവിടെയാണോ ആഡ് ചെയ്യുന്നത് അതേ ലൊക്കേഷൻ ഗിക്കോ ഡ്രൈവർ .exe വരെയുള്ള ഫുൾ പാത്ത് കൊടുക്കുക. ഇനിയുള്ളത് സെനാരിയോ എന്നുള്ള സെക്ഷനാണ്. സെനാരിയോക്ക് ഫയർഫോക്സ് എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്. ഒന്ന് ടെസ്റ്റ് URL ഓപ്പൺ ചെയ്യാനുള്ളതും മാക്സിമൈസ് ചെയ്യാനുള്ളതും 2 സെക്കൻഡ് ഡിലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഫയർഫോക്സിൽ കറക്റ്റായിട്ട് റൺ ആകുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഫയർഫോക്സ് ഓപ്പൺ ആയി, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് റിപ്പോർട്ട് കൂടെ നോക്കാം. റിപ്പോർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. സെനാരിയോ പാസ്ഡ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന പാത്ത് സിസ്റ്റം എൻവയൺമെൻറ്റ് വേരിയബിൾ നമ്മൾ
പിക്കോ ഡ്രൈവിൻ്റെ ലൊക്കേഷൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് യൂസ് ചെയ്താണ് ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ലൈൻ കമൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം 5th ലൈൻ അൺകമൻറ്റ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിക്യൂട്ടബിളിൻ്റെ വാല്യൂ ആയിട്ട് ഗെക്കോ ഡ്രൈവർ എന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഗെക്കോ ഡ്രൈവർ .exe ലൊക്കേഷൻ നമ്മൾ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിളിലെ പാത്ത് എന്ന സിസ്റ്റം വേരിയബിളിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ ഗെക്കോ ഡ്രൈവർ എന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഇനി ഞാൻ ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. ഫയർഫോക്സ് ഓപ്പണായി. ചില കേസുകളിൽ പാത്ത് സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിളിലേക്ക് ആഡ് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്താൽ വർക്കാകാതെ വരും. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇഷ്യൂ ഫിക്സ് ആവും. അപ്പം എങ്ങനെയാണ് ഫയർഫോക്സിൽ UI ടെസ്റ്റ് കരേറ്റ യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സിനെ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.